നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിയില്ലേ? ഇപ്പൊ എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുക്ക് ഒന്നും കണ്ടിട്ടില്ലാത്ത ഏത് മക്കൾക്കായാലും നമ്മുടെ ഈ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പൊ അവോധയുടെ ഫ്രീ ലേണിംഗ് നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാണ്? ഒരു ഫ്രീ 1 ഷോട്ട് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മിസ്സിന്റെ പേര് ഫസ്ന എന്നാണ്. മിസ് ഏത് സബ്ജക്ട് എടുക്കുന്നത്? കെമിസ്ട്രി സബ്ജക്റ്റ് ആണ്. കെമിസ്ട്രി സബ്ജക്റ്റിലെ നമ്മൾ കുറെ പോർഷൻസ് ഇതുവരെ കവർ ചെയ്തു അല്ലെ? അപ്പൊ ഈ എക്സാമിന് വേണ്ടിയിട്ട് മിസ് അടുത്തൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാ ചാപ്റ്റർ നോക്കിക്കേ? ചാപ്റ്റർ 6 മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 6 മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ട് മിസ് വന്നിരിക്കുകയാണ്. മിസ്സിന്റെ കൂടെ എന്ത് ചെയ്യാ? ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് നിന്നേനാ നമുക്ക് ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പൊ അതേ നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ഭയങ്കര ടഫ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ഒരു ടഫും ഇല്ല, മിസ്സിന്റെ കൂടെ പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിന്റെ എല്ലാ പേജസും കുറെ പേജസ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാം ഇങ്ങനെ മറിച്ച് നോക്കുകയൊന്നും വേണ്ട. എന്ത് ചെയ്യാ? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിൽ മാക്സിമം സ്കോർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, ചാപ്റ്റർ 6 മെറ്റൽസ്. മെറ്റൽസ് എന്താ മക്കളെ? മെറ്റൽസ് എന്താ മെറ്റൽസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ? മെറ്റൽസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെ പറയാൻ പറ്റും? ഇപ്പോ എന്താ? വില ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡ് ഒരു മെറ്റലാണ്. പിന്നെന്തൊക്കെ പറയാം? നമ്മുടെ വീട് ഉണ്ടാക്കിയേക്കുന്ന ഏത് മെറ്റൽ വെച്ചിട്ടാണ്? വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റൽ ഇരുമ്പ് ഒരു മെറ്റലാണ്. പിന്നെ സിൽവർ, കോപ്പർ, ഇതൊക്കെ എന്താ? ഒരു മെറ്റൽസിന് കുറെ എക്സാമ്പിൾസ് ആണല്ലേ? മെറ്റൽസിന്റെ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ സാധനങ്ങളല്ല. ഈ മെറ്റൽസ് എല്ലാം എവിടെന്നാ വരുന്നേ? നമ്മൾ കടയിൽ പോയി കിട്ടുന്ന സാധനമാണ് മെറ്റൽസ്. ഈ കടക്കാർക്ക് എവിടെന്നാ ഈ മെറ്റൽസ് കിട്ടുന്നേ? എങ്ങനെയാ മെറ്റൽസ് ഉണ്ടാക്കുന്നത്? ചുമ്മാ മെറ്റൽ ഇവിടെ നിന്ന് കിട്ടോ? മെറ്റൽസ് എന്ന് പറയുന്ന സാധനം മെറ്റൽ ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്. അത് ഭൂമിയുടെ ക്രസ്റ്റില്, ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ് പല കോമ്പൗണ്ട്സ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കിടക്കുന്ന ഒരു മണ്ണ് പോലെ അല്ലെങ്കിൽ തരി പോലെ കിടക്കുന്നതോ കല്ല് പോലെ കിടക്കുന്നതോ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെറ്റൽസിനെ നമുക്ക് എങ്ങനെ ഈ മണ്ണിൽ നിന്നിട്ട് അല്ലെങ്കിൽ കല്ലിൽ നിന്നിട്ട് എങ്ങനെ വേർതിരിച്ചെടുക്കാം? എങ്ങനെ ഒരു പ്യുവർ ആയിട്ടുള്ള മെറ്റലിലേക്ക് എത്തിക്കാം? അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ചാപ്റ്ററിലേക്കോ? ചാപ്റ്റർ 6 മെറ്റൽസ്. ഓക്കെ, നോക്കിക്കേ, മിസ് 2 കാര്യങ്ങൾ പറയാണ്. മിനറൽസും ഓറും. മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എർത്ത് ക്രസ്റ്റില് അല്ലെങ്കിൽ എർത്തിന്റെ ഉപരിതലത്തില് മെറ്റൽസ് കാണപ്പെടുന്ന അല്ലെങ്കിൽ മെറ്റൽ കോമ്പൗണ്ടുകൾ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മിനറൽസ് എന്ന് വിളിക്കുന്നത്. നാച്ചുറലി ഒക്കറിങ് മെറ്റൽസ് ഓർ മെറ്റൽ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? മിനറൽസ് എന്ന് വിളിക്കും. മിനറൽസിൽ മെറ്റൽസ് ഉണ്ടാവാം, നോൺ മെറ്റൽസ് ഉണ്ടാവും. അങ്ങനെ കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നത് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയും. ഇനി ഈ ഓർ എന്ന് പറഞ്ഞാൽ എന്താ? മിനറൽസ് പല രീതിയിൽ കാണപ്പെടാം. മെറ്റൽസിന്റെ എമൗണ്ട് കൂടുതലുള്ളവയുണ്ടാവും, വളരെ കുറച്ചുള്ളത് ഉണ്ടാവും. അപ്പോൾ ഓർ എന്ന് പറയുന്നത് ഇതേപോലെ കുറെ മിനറൽസിൽ നിന്നിട്ട് ഏത് മിനറലിൽ നിന്നാണോ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റൽ, നമുക്ക് ഏത് മെറ്റലാണോ, ഇപ്പൊ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, സിൽവർ ആണെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ അയൺ ആണെങ്കിൽ അയൺ, ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്, ആ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് മിനറലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർ എന്ന് വിളിക്കുക. എന്താ വിളിക്കുന്നത്? ഓർ എന്ന് വിളിക്കുന്നത്. അപ്പോ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന മിനറലിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓർ എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഈ ഓറിനെ നമ്മള് സെലക്ട് ചെയ്യുന്നതില് ഈ മിനറൽസിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാ ക്വാളിറ്റീസ് എന്ന് വിളിക്കുന്നത്? ഈ മിനറൽസ് ചുമ്മാ നമുക്ക് പോയി സെലക്ട് ചെയ്യാൻ പറ്റുമോ? അത് കുറെ അബണ്ടന്റ് ആയിട്ട് കുറെ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റില് അവൈലബിൾ ആയിരിക്കണം. എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മിനറൽസിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാറ്റഗറി എന്താ പറയുന്നത്? ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ. ഈ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന മിനറൽസിന്റെ കൂടെ കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെ? കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റലിനെ എന്ത് ചെയ്യാൻ? മാറ്റിയെടുക്കാൻ. ഇപ്പൊ നമ്മുടെ ഗോൾഡിനെ മാറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ വേറെ എന്തൊക്കെ ഉണ്ടാവും? കുറെ മണ്ണുണ്ടാവും, അല്ലെങ്കിൽ വേറെ കോപ്പറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറെ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ആരെ വേണം? പ്യുവർ ആയിട്ടുള്ള ഗോൾഡിനെ മാത്രം വേണം. അപ്പോൾ അത് എടുക്കണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ മെസ്സേജർ ഒന്നും പാടില്ല. അപ്പൊ നമ്മുടെ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കില്ലേ? അപ്പോൾ അത് പറ്റാതെ അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യണം? ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഭയങ്കര സിമ്പിൾ ആയിട്ട് നടക്കുന്ന, ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കണം ഒന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് എന്താണ്? നമ്മൾ എടുക്കുന്ന മിനറൽസിലെ മെറ്റൽസിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കണം. മെറ്റൽസ് വളരെ കുറവും
പിന്നെ ഇമ്പ്യൂരിറ്റീസ്, അതിനകത്തുള്ള ബാക്കി വേസ്റ്റ് സാധനങ്ങളെല്ലാം കൂടുതലാണെങ്കിൽ നമ്മൾ ഈ പണിയെടുക്കുന്ന എന്തിനാ? ഈ വേസ്റ്റിനെ മാറ്റിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന കുറച്ച് എമൗണ്ട് ഓഫ് മെറ്റൽസിനെ വെച്ചിട്ട് നമുക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്തതും അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്തതൊക്കെ എന്താ? വെറുതെ ആയി പോയില്ലേ? അപ്പൊ കുറച്ച് മെറ്റൽസ് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന മിനറൽസിൽ എന്തായിരിക്കണം? മെറ്റൽസിന്റെ എമൗണ്ട് ബൾക്കായിട്ട് ഉണ്ടാവണം. ഒന്ന് പറയുന്നതാണ് അബണ്ടൻസ്, എന്താ? ധാരാളം കാണപ്പെടണം. പിന്നെ എന്താ? എക്സ്ട്രാക്ഷന്റെ മെത്തേഡ് വളരെ എളുപ്പത്തിലായിരിക്കണം. നെക്സ്റ്റ് ആണ് എന്ത് പറയുന്നത്? നമ്മുടെ ഹൈ മെറ്റൽ കണ്ടന്റ്. നമ്മൾ എടുക്കുന്ന മിനറൽസിലെ മെറ്റൽസിന്റെ കണ്ടന്റ് എന്തായിരിക്കണം? വളരെ കൂടുതലായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് എന്താ? ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ കോസ്റ്റ്, ഇത് നമ്മള് മെറ്റൽസ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിന് കുറെ അധികം ചെലവ് വരുന്ന കാര്യമാണ്. അപ്പൊ ചെലവെല്ലാം ചുരുക്കി ടൈം എല്ലാം ചുരുക്കിയിട്ട് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള മിനറൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ? മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ. അപ്പൊ ഈ 4 പോയിന്റ്സ് ആണ് ഒരു മിനറലിന് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കിക്കേ, കുറെ മെറ്റൽസ് തന്നിട്ടുണ്ട്. കുറെ മെറ്റൽസും അതിന്റെ ഓറുകളും തന്നിട്ടുണ്ട്. ഓറുകളും കെമിക്കൽ ഫോർമുലാസും തന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ മെറ്റൽ എന്താണ്? അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഓർ എന്താണ്? പഠിച്ചു വെക്ക. ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത്. അതിന്റെ കെമിക്കൽ ഫോർമുല നോക്കിക്കേ, Al2O3 2H2O. അതാണ് നമ്മുടെ അലൂമിനിയത്തിന്റെ കെമിക്കൽ ഫോർമുല. അലൂമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, അയൺ. അയണിന്റെ ഓർ എന്താ? ഹെമറ്റൈറ്റും ഉണ്ട്, മാഗ്നറ്റൈറ്റും ഉണ്ട്. കോപ്പറിനാണെങ്കിൽ 3 ഓറാണ് സ്പെസിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കോപ്രേറ്റ്. 3 സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കോപ്പർ പൈറൈറ്റ്, കോപ്പർ ഗ്ലാൻസ് ആൻഡ് കുപ്രേറ്റ്. സിങ്കിനാണെങ്കിൽ സിങ്ക് ബ്ലെൻഡും കെലാമിനും. ഈ 2 സാധനങ്ങളാണ് സിങ്കിന്റെ ഓറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടിന്ന്. ടിന്നിന്റെ ആളാരാണ്? കെസിറ്ററേറ്റും ടിൻസ്റ്റണും. ഈ 2 സാധനങ്ങളാണ് നമ്മൾ ടിന്നിന്റെ എന്തായിട്ട് വരുന്നത്? ഓറായിട്ട് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മിക്കവാറും നമ്മുടെ അലൂമിനിയനും അല്ലെങ്കിൽ അയൺ, ഈ 2 കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും അതിന്റെ സ്പെസിഫിക് ഓർ ഏതാണ് ചോദിക്കുന്നത്. മിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെല്ലാം കൂടുതലും കണ്ടിരിക്കുന്നത് അലൂമിനിയത്തിന്റെ അയണിന്റെ ഓർ ഏതാന്ന് ചോദിക്കുക. അപ്പൊ ഇമ്പോർട്ടന്റ്ലി ഇത് 2 എന്തായാലും പഠിച്ചിരിക്കുക. അലൂമിനിയത്തിന്റെ ഓർ ഏതായിരുന്നു? ബോക്സൈറ്റും. അതുപോലെ അയണിന്റെ ഓർ ഏതായിരുന്നു? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, എന്താ മെറ്റലർജി? മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കിക്കേ? പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദി ഓർ. നമ്മുടെ ഓറില്ലേ, അതായത് മെറ്റൽ കണ്ടന്റ് കൂടുതലുള്ള ഗ്രൂപ്പ് ഓഫ് മിനറൽ, ആ ഓറിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മെറ്റലിനെ മാത്രം വേർതിരിച്ചെടുക്കാം. ബാക്കി ഇമ്പ്യൂരിറ്റീസ് എല്ലാം പൊക്കോട്ടെ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം പൊക്കോട്ടെ. ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കളഞ്ഞിട്ട് മെറ്റൽസിനെ മാത്രം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ് മെറ്റൽസിന് നമുക്ക് വേണം. അത് സിൽവർ, ഗോൾഡ് ഇതെല്ലാം വേണം. അത് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റലർജി എന്ന് വിളിക്കുന്ന. മെറ്റലർജി ഇസ് എ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദി ഓർ. ഓറിൽ നിന്നിട്ട് എന്ത് ചെയ്യുക? മെറ്റൽസിനെ വേർതിരിച്ചെടുക്കുക. ഓക്കെ. ഇപ്പോ ഈ മെറ്റൽസിൽ ഉണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ, ഇമ്പ്യൂരിറ്റീസ് ഒന്നും എന്താ? സാൻഡ് ആവാം, എന്താ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് വേണ്ടാത്ത മെറ്റൽസ് അല്ലാതെ ബാക്കി കളയാൻ പോകുന്ന സാധനങ്ങളെ ഇമ്പ്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ ഇമ്പ്യൂരിറ്റീസിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഗ്യാങ്. എന്താണ്? ഗ്യാങ്. ഗ്യാങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പ്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ഈ മെറ്റലർജിക്ക് എത്ര സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അതായത് മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിന് 3 സ്റ്റേജസ് ഉണ്ട്. ഈ 3 സ്റ്റേജസ് വഴിയാണ് നമുക്കൊരു പ്യുവർ ആയിട്ടുള്ള മെറ്റൽ കിട്ടുക. നോക്കിക്കേ, ഏതൊക്കെയാണ്? ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നിട്ട് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. പിന്നെ അതിനെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കണം. ഇത് 3 നമ്മുടെ സ്റ്റെപ്സ് വരുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഓറില്ലേ, ആ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത, കോൺസെൻട്രേഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കിട്ടിയിരിക്കുന്ന ഓറിലെ മെറ്റൽസിന്റെ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. മെറ്റൽ കണ്ടന്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ എന്ന് പറയുന്നത്. അതിൽ നിന്നിട്ട് എന്ത് ചെയ്യണം? ഈ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നിട്ട് മെറ്റൽസിനെ മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം പൊക്കോട്ടെ, അവരെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ. അപ്പോ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നിട്ട് മെറ്റൽസിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ആണ് എന്ത്? ഈ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനെ ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്യണ്ടേ, ഒന്നും കൂടി ഒന്ന് മിനുക്കി സുന്ദരനാക്കണ്ടേ. അങ്ങനെ ആക്കുന്ന പ്രോസസ്സാണ് എന്ത്? റിഫൈനിങ് ഓഫ് ഓർ. അപ്പൊ എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓറിനെ ആദ്യം അതിൽ നിന്നിട്ട് മാക്സിമം കളയാൻ പറ്റുന്ന, ആദ്യം നമുക്ക് കളയാൻ പറ്റുന്ന ഇമ്പ്യൂരിറ്റീസ് കളഞ്ഞ് അതിനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറാക്കി മാറ്റുക.
നെക്സ്റ്റ് എന്ത് ചെയ്യണം, അതിൽ നിന്നിട്ട് മെറ്റൽസിനെ മാത്രം വേർതിരിച്ചെടുക്കുക. ഈ കിട്ടിയ മെറ്റൽസിനെ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് ഒന്ന് തുടച്ച് സുന്ദര കുട്ടപ്പനാക്കി മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് എന്ത്, റിഫൈനിങ് ഓഫ് ഓർ. അപ്പൊ 3 സ്റ്റേജസ് ആണ് ആകെ ഉള്ളത് നമ്മുടെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൽ. ഇതെന്തായാലും പഠിച്ചു വെക്കാം. ഈ 3 സ്റ്റേജസ് മാത്രമാണ് നമ്മുടെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ 4 രീതിയിൽ ചെയ്യാം. എന്താ, 4 രീതിയിലാണ് നമുക്ക് ഒരു ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണത് 4 രീതിയിലാണ്. ഓക്കെ, ഈ 4 രീതി എന്തിനാ 4 രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓറിലെ ഇംപ്യൂരിറ്റീസിന്റെയും അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽസിന്റെയും നേച്ചർ അനുസരിച്ചിട്ട്, സ്വഭാവം അനുസരിച്ചിട്ട് അവർ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതികൾക്കും നമ്മൾ മാറ്റം വരുത്തി കൊടുക്കണം. എന്നാലേ നമ്മുടെ ഈസ് ഓഫ് സെപ്പറേഷൻ പറ്റുള്ളൂ. സെപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര എളുപ്പത്തിലും കുറച്ച് ടൈം കൊണ്ടും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓറിലെ മെറ്റൽ കണ്ടന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഇംപ്യൂരിറ്റീസിന്റെ നേച്ചർ എങ്ങനെയാണ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനകത്ത് ഏത് സ്റ്റെപ്പ് നമ്മൾ ചൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കാൻ. ഓക്കെ, ആദ്യത്തെ നോക്കിക്കേ, ലെവിഗേഷൻ ആൻഡ് ഓൾ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, തേർഡ് വൺ മാഗ്നറ്റിക് സെപ്പറേഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് ലീച്ചിങ്. 4 കാര്യങ്ങളാണ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ ആൻഡ് ലീച്ചിങ്. ഈ 4 കാര്യങ്ങളാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ വരുന്നത് കേട്ടോ. അതിനകത്ത് ആദ്യത്തെ ആളാരായിരുന്നു, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. വാഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേരിൽ നമുക്ക് മനസ്സിലാവും, കഴുകിയെടുക്കാം. നമുക്ക് കിട്ടിയേക്കുന്നത് മണ്ണിൽ നിന്നിട്ടല്ല കിട്ടിയേക്കുന്നത്. ആ സാധനത്തിന് ആദ്യം നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഈ കഴുകി വൃത്തിയാക്കി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് കിട്ടിയേക്കുന്ന ഓറിന് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ മാത്രം, നമ്മുടെ എടുത്തേക്കുന്ന മിനറൽസിന്റെ ഡെൻസിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ മിനറൽസിലുള്ള മെറ്റലിന്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റെപ്പ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറഞ്ഞ ഇംപ്യൂരിറ്റീസ് ലെസ് ഡെൻസർ ആയിരിക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടുതലുള്ളത് ഓർ ആയിരിക്കണം, ലെസ് ഡെൻസർ ആരായിരിക്കണം, നമ്മുടെ ഗ്യാങ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് വാഷിങ്ങിന്റെ സെറ്റപ്പ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഓറിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പൗഡർ ആക്കും. നമുക്ക് സാൻഡ് പോലുള്ള രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പൗഡർ ആക്കണ്ട. വല്ല കട്ട കല്ല് പോലെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പൗഡർ ആക്കി ഫൈൻ പൗഡർ ആക്കി മാറ്റുക. ഫൈൻ പൗഡർ ആക്കി മാറ്റിയ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ അപ്പാരറ്റൈസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ, ഒരു ഹൈ പ്രഷറിൽ ഇവിടെ വാട്ടർ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ, ഈ വാട്ടറും ഓറും കൂടി ഇങ്ങനെ മിക്സായി എന്ത് ചെയ്യും, താഴത്തേക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഡെൻസിറ്റി കൂടുതലുള്ള ആളാരായിരുന്നു, ഓറാണ്. അതെന്ത് ചെയ്യും, ഒബിയസ്ലി താഴത്തേക്ക് വന്ന് ഇങ്ങനെ അടിഞ്ഞു കിടക്കും അല്ലെ. അപ്പൊ വെള്ളത്തില് നമ്മൾ മണ്ണ് കലക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, മണ്ണിന്റെ അല്ലെങ്കിൽ കല്ലും കട്ടയൊക്കെ താഴെ വന്ന് കിടക്കുകയും പിന്നെ അതിനകത്ത് വെയിറ്റ് കുറഞ്ഞ ഇലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ പൊങ്ങി കിടക്കില്ലേ, അതേപോലെ ഓറ് താഴെ വന്ന് കിടക്കുകയും അതായത് വെയിറ്റ് കുറവുള്ള ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യും, മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സാധനത്തിന് ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഗ്യാങ്ങിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാനും അതേപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിനെ നമുക്ക് ഈ ഒരു പാത്ത് വഴി പുറത്തേക്ക് എടുക്കാനും പറ്റും. അപ്പോൾ കുറച്ചധികം ഇംപ്യൂരിറ്റീസ് നമുക്ക് ഈ സ്റ്റെപ്പ് വഴി എന്ത് ചെയ്യാൻ പറ്റി, റിമൂവ് ചെയ്യാൻ പറ്റിയില്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്, ഹൈഡ്രോളിക് വാഷിംഗ് ഓർ എന്താണ്, ലെവിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർ ഡെൻസർ ആണെങ്കിലുള്ള കേസിലാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഉപയോഗിക്കുക. ഇത് എളുപ്പത്തിൽ മനസ്സിലായില്ലേ. എന്താ, കട്ടിയുള്ള ഓറാണെങ്കിൽ താഴെ വന്ന് കിടക്കും, അത് നമുക്ക് പിടുത്ത് മാറ്റിയാൽ മതി. മുകളിൽ വെയിറ്റ് കുറവുള്ള സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കളയാം. നെക്സ്റ്റ് നോക്കാലോ. നെക്സ്റ്റ് നോക്കിക്കേ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ ഇവിടെ നേരെ തിരിച്ചാണ്. എന്താ, ഡെൻസിറ്റി കൂടുതൽ ആർക്കാ വേണ്ടത്, ഗ്യാങ്ങിനാണ് വേണ്ടത്. ഡെൻസിറ്റി കൂടുതൽ ആർക്കാ, ഗ്യാങ് ഇംപ്യൂരിറ്റീസിനും. ലെസ് ഡെൻസർ ആയിട്ട് അതേപോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് ആരായിരിക്കണം, നമ്മുടെ ഓറും ആയിരിക്കണം. ഇതിന്റെ അപ്പാരറ്റസ് നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓറിനെ 2 ആൾക്കാരെ മിക്സ് ചെയ്യുന്നുണ്ട്. ഓറിനെ പൈൻ ഓയിലും വാട്ടർ ആയിട്ട് മിക്സ് ചെയ്യും. എന്താ, നമ്മുടെ പൗഡർ ആക്കിയിരിക്കുന്ന ഓറ്, പൈൻ ഓയിൽ, വാട്ടർ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പത പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പതഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഏതൊക്കെയാ മിക്സ് ചെയ്യുക, പൗഡേർഡ് ഓറ്, പൈൻ ഓയിൽ, വാട്ടർ. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്തത് ഇവിടെ ഒരു സ്റ്റിറർ ഉണ്ട്, റൊട്ടേറ്റിംഗ് പാഡൽ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര പതഞ്ഞ് ഇങ്ങനെ വരും. ആ പതയുടെ അകത്ത് ആരുണ്ടാവും, നമ്മുടെ ഓറുണ്ടാവും. ഭയങ്കര ഡെൻസിറ്റി കൂടിയ ആളാരാണ്, നമ്മുടെ ഇംപ്യൂരിറ്റീസ് അല്ലേ, അവർ പതയുടെ അകത്ത് ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, പയ്യെ അവിടെ നിന്ന് പോയി താഴെ വന്നിങ്ങനെ
സെറ്റിൽ ചെയ്യും, താഴെ വന്ന് സെറ്റിൽ ചെയ്യും. അപ്പൊ ഈ ഫ്രോത്തിനെ മാത്രം നമുക്ക് ഇങ്ങനെ വടിച്ചങ്ങ് എടുത്താൽ മതി. ആ ഫ്രോത്തിനെ എടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് എന്താ, ഏകദേശം പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ കോമ്പൗണ്ട് കിട്ടും. ബാക്കി നമുക്ക് ഇമ്പ്യൂരിറ്റീസ് താഴെയുടെ കിടപ്പുണ്ട്, അവരെ നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി അല്ലേ. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ല കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷനിൽ എന്താ, മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാഗ്നറ്റിനെ അട്രാക്ട്, അയൺ പോലുള്ള സംഭവങ്ങൾക്ക് മാഗ്നറ്റിനോട് ഇച്ചിരി അട്രാക്ഷൻ കൂടുതലുണ്ടല്ലേ. അപ്പോ നമ്മൾ എടുക്കുന്ന ഓറിന് അല്ലെങ്കിൽ ആർക്കാ വേണ്ടത്, നമ്മുടെ ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റോട് ചെറിയൊരു അട്രാക്ഷൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെപ്പറേഷൻ ടെക്നിക്ക് നടക്കത്തുള്ളൂ. അപ്പോ മാഗ്നറ്റ് ഓറിനോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പ്യൂരിറ്റിക്കോ മാഗ്നറ്റിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് സെപ്പറേഷനിൽ എന്താണ്, ഒരു പാഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ പോലെ ഉണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ മിക്സ് അല്ലെങ്കിൽ പൗഡർ ആയിട്ടുള്ള ഓർ ഇട്ട് കൊടുക്കുമ്പോഴത്തെ മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, അതിൽ മാഗ്നറ്റിൽ പിടിച്ചിരിക്കുകയും ബാക്കിയുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് പോകും. അപ്പൊ ഒന്നല്ലെങ്കിൽ നമുക്ക് ഓറിനെ കിട്ടും, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെ കിട്ടും. ബാക്കി പോകുന്ന സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാഗ്നറ്റൈറ്റ് അല്ല മറ്റേ അയണിന്റെ കോമ്പൗണ്ട്സ് ഇല്ലേ, മാഗ്നറ്റൈറ്റ് ഹെമറ്റൈറ്റ് പോലുള്ള സാധനങ്ങളാണ് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറ്റിയെടുക്കുന്നത് കേട്ടോ. അതിനകത്ത് മാഗ്നറ്റൈറ്റില് ഓറാണ് മാഗ്നറ്റിക്, ഗാങ് എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റ് ആണ്. അതേപോലെ ടിൻസ്റ്റൺ എന്ന് പറഞ്ഞ കേസിൽ ഓർ നോൺ മാഗ്നറ്റിക്കും ഗ്യാങ് എന്ന് പറയുന്നത് മാഗ്നറ്റും ആണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാഗ്നറ്റിക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി നമുക്ക് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താന്ന് നോക്കിക്കേ, നമ്മുടെ ഓർ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റലിന്റെ കണ്ടന്റ് കൂടുതലുള്ള സാധനമല്ലേ, ആ ഓറെ നമ്മൾ എന്ത് ചെയ്യും, സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കും. സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ് ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഡിസോൾവ് ആവില്ല. ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ആവാതെ അവിടെ കിടക്കും. മറ്റു നമ്മുടെ ഓറെന്ന് പറയുന്ന സാധനം ഡിസോൾവ് ആയിട്ട് ആ സോൾവെന്റിലേക്ക് അലിഞ്ഞു ചേരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇമ്പ്യൂരിറ്റീസിന് ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് ഡിസോൾവ് ആവാതെ മുകളിൽ കിടക്കുമല്ലേ, ഡിസോൾവ് ആയത് മുകളിൽ കിടക്കുമ്പോൾ നമുക്ക് എന്താ, അരിച്ചെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. ബാക്കി ഡിസോൾവ് ആയ സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഡിസ്റ്റിലേഷൻ പ്രോസസ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ബോക്സൈറ്റ്, അലൂമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് ആണ് നമ്മൾ ലീച്ചിങ് വഴി കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മള് 4 കാര്യങ്ങൾ പഠിച്ചു, ലെവിഗേഷൻ, പിന്നെന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീച്ചിങ്. ഈ 4 ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓറിലെ മെറ്റൽസിന്റെ എമൗണ്ട് എന്തായിരിക്കണം, ഹൈ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഇവിടെ വെച്ചിട്ട് കഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കേ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ കഴിഞ്ഞു അല്ലെ. ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു പറഞ്ഞിരുന്നത് മിസ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിൽ നിന്നിട്ട് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കണം. ആ എക്സ്ട്രാക്ട് ചെയ്യുന്നത് 2 രീതിയിലുണ്ട്. കോൺസെൻട്രേറ്റഡ് ഓറിനെ ആദ്യം എന്താക്കി മാറ്റാം, ഓക്സൈഡുകളാക്കി മാറ്റാം. ആദ്യം ഈ കോൺസെൻട്രേറ്റ് നമ്മളിപ്പോ ഹൈഡ്രോളിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഓറിനെ കോൺസെൻട്രേറ്റഡ് ആക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓറിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഓക്സൈഡുകളാക്കി മാറ്റണം. ഓക്സൈഡുകളാക്കി മാറ്റിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിഡ്യൂസ് ചെയ്തിട്ട് മാറ്റണം, റിഡക്ഷനും നടത്തണം. ആദ്യം ഓക്സൈഡുകളാക്കി മാറ്റാൻ വേണം. ദെൻ എന്ത് ചെയ്യണം, ഈ ഓക്സൈഡുകളാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഓറിനെ റിഡക്ഷനും നടത്തിയിട്ട് വേണം റിഡക്ഷൻ നടത്തണം. അപ്പൊ ആ പ്രോസസ്സാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡുകളാക്കി മാറ്റാനായിട്ട് 2 ടെക്നിക്കാണ് ഉള്ളത്. എന്താണ്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. എന്താ, കാൽസിനേഷനും റോസ്റ്റിംഗ്. ഈ 2 ടെക്നിക്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. അതായത് കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡുകളാക്കി മാറ്റുന്ന 2 ടെക്നിക്കാണ് എന്ത്, കാൽസിനേഷനും നമ്മുടെ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് കാൽസിനേഷൻ നോക്കിക്കേ, കാൽസിനേഷൻ എന്ന് പറയുന്നത് മെറ്റൽ കാർബണേറ്റിനെ അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ. എന്താണ് കാൽസിനേഷൻ നോക്കിക്കേ, മെറ്റൽ കാർബണേറ്റിനെ അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡുകളെ നമ്മൾ എന്താക്കി മാറ്റും, ഓക്സൈഡ് ആക്കി മാറ്റും അല്ലെ. മെറ്റൽ കാർബണേറ്റിനെ അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഈ കാൽസിനേഷനിലും റോസ്റ്റിംഗിലും വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് എയർ ആണ്.
എയർ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ടാണ് കാൽസിനേഷൻ ആണോ റോസ്റ്റിംഗ് ആണോ എന്ന് മനസ്സിലാവും. എയർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എയർ, വളരെ കുറവ് അല്ലെങ്കിൽ എയർ ഇല്ലാത്തൊരവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, കാൽഷ്യം കാർബണേറ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നത് ഈ കാൽഷ്യം കാർബണേറ്റിൽ നമ്മുടെ കാൽഷ്യം കാർബണേറ്റിലെ മെൽറ്റിംഗ് പോയിന്റിന്റെ ബിലോ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൊടുത്തതിന് എന്ത് പറ്റും, നമ്മുടെ ഓർ അങ്ങോട്ട് ഉരുകിപ്പോ. അപ്പൊ അത് പാടില്ല. ഹീറ്റ് ചെയ്യുമ്പോൾ ബിലോ മെൽറ്റിംഗ് പോയിന്റ് താഴെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ടെമ്പറേച്ചർ കൊടുക്കണം വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ലിമിറ്റഡ് എയർ അല്ലെങ്കിൽ എയർ ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ഒരു കണ്ടീഷനാണ് കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുപോയി. നെക്സ്റ്റ് നോക്കിക്കേ, സിങ്ക് കാർബണേറ്റിനെ എങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ആവുന്നത്. അപ്പൊ നമുക്കിവിടെ ഓക്സൈഡ്, കാൽഷ്യത്തിന്റെ ഓക്സൈഡും കിട്ടി, സിങ്കിന്റെ ഓക്സൈഡും കിട്ടി. അപ്പോൾ കാൽഷ്യത്തിൻ കാർബണേറ്റിന്റെ കേസിലാണെങ്കിൽ കാൽഷ്യത്തിന്റെ മെൽറ്റിംഗ് പോയിന്റിനും ബിലോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ, ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സിങ്കിന്റെ കേസിലും അതേപോലെ സിങ്കിന്റെ മെൽറ്റിംഗ് പോയിന്റിനും ബിലോ ആയിട്ടാണ് നമുക്ക് ടെമ്പറേച്ചർ കൊടുക്കാൻ. അല്ലെങ്കിൽ സിങ്കും കാൽഷ്യം ഒക്കെ എന്താ ഉരുകി അങ്ങോട്ട് ആ വഴി പോവും. നമുക്ക് ഇവിടെ കോൺസെൻട്രേഷൻ നടക്കോ ഇല്ല, എക്സ്ട്രാക്ഷൻ നടക്കോ ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്ട്ലി കാൽസിനേഷൻ വഴി വിതൗട്ട് ദ ആബ്സെൻസ് ഓഫ് എയർ, അതാണ് നമ്മുടെ പോയിന്റ്. ആബ്സെൻസ് ഓഫ് എയർ ആണെങ്കിലാണ് കാൽസിനേഷൻ. കാൽഷ്യത്തിന്റെ ഓക്സൈഡ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നോക്കിക്കേ, റോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ പ്രസൻസ് ആണ്. പ്രസൻസ് ഓഫ് എയർ ആണെങ്കിലാണ് നമ്മുടെ റോസ്റ്റിംഗ്. അപ്പൊ പ്രസൻസ് ഓഫ് എയറിനെ റോസ്റ്റിംഗ് എന്നും ആബ്സെൻസ് ഓഫ് എയറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, കാൽസിനേഷൻ. അപ്പൊ എയറിന്റെ പ്രസൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാൽസിനേഷൻ ആണോ റോസ്റ്റിംഗ് ആണോ എന്ന് പറയുന്നത്. ഇവിടെ പ്രസൻസ് ഓഫ് എയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോമ്പൗണ്ടിനെ സിങ്ക് സൾഫൈഡിനെ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ, സിങ്ക് ഓക്സൈഡ്. നമുക്ക് വേണ്ടത് ആരാണ്, ഓക്സൈഡ് കിട്ടിയില്ലേ, സിങ്ക് ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും പുറത്തേക്ക് പോയി, നമുക്കത് ആവശ്യമില്ല. അപ്പൊ അതുപോലെ എന്താണ്, ലെഡ് സൾഫൈഡിനെ നമുക്ക് എന്താക്കി, ലെഡ് ഓക്സൈഡ് ആക്കി മാറ്റി അല്ലെ. ലെഡ് ഓക്സൈഡ് ആക്കി നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അപ്പൊ ലെഡ് ഓക്സൈഡും ചേഞ്ച് ചെയ്തു, നമുക്ക് ഓക്സൈഡ് എന്നുള്ള ഒരു കോമ്പൗണ്ട് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടെക്നിക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓക്സൈഡുകൾ കിട്ടിയില്ലേ, നേരത്തെ കാൽസിനേഷൻ വഴിയും കിട്ടി, അതുപോലെ റോസ്റ്റിംഗ് വഴിയും നമുക്ക് എന്ത് കിട്ടി, ഓക്സൈഡുകൾ കിട്ടി. ഈ ഓക്സൈഡുകളായിട്ടുള്ള സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അതായത് ഓക്സിജനെ റിമൂവ് ചെയ്ത് മാറ്റണം. ഓക്സിജനെ റിമൂവ് ചെയ്ത് മാറ്റി റെഡ്യൂസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതാണ് ചെയ്യുന്നത്, റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞ സാധനം എന്താണ്, അത് എന്താ, പോസിറ്റീവും നെഗറ്റീവ് ചാർജ്, രണ്ട് ചാർജും കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ സിങ്ക് ഓക്സൈഡിലാണെങ്കിൽ സിങ്ക് എന്ന് പറഞ്ഞ പോസിറ്റീവ് ചാർജ് കാണിക്കാൻ പറ്റുന്നതും ഓക്സിജൻ എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജ് കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ പെട്ടെന്ന് റിഡക്ഷൻ വഴി ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് ഏതൊക്കെ റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്താലാണ് റിഡക്ഷൻ നടക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ സിങ്ക്, അയൺ, പിന്നെന്താണ് ടിന്ന്, Zn, Fe, Sn എന്ന് പറഞ്ഞ ടിൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എന്ന മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അവരെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. കാർബൺ എന്താ, റാപ്പിഡ്ലി ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും, ഓക്സിജൻ എടുത്തുകൊണ്ട് പൊക്കോളും. ഇവരുടെ കൂടെ ഉള്ള Zn ആയിട്ട് കാർബൺ റിയാക്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ കാർബൺ ഭയങ്കര റിയാക്റ്റീവ് ആണ് ഓക്സിജൻ ആയിട്ട്, പെട്ടെന്ന് കയറി അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് പൊക്കോളും. അപ്പൊ നമുക്ക് മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള എന്താ, സിങ്ക്, അയൺ, ടിൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർബൺ ഉപയോഗിച്ച് ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കിക്കേ, ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ എന്ത്, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാര്. ഈ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്താൽ മാത്രമേ എന്ത് നടത്താൻ പറ്റുള്ളൂ, റിഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ കാർബൺ യൂസ് ചെയ്യുന്നത് മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരോടും, സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്യുന്നത് സ്ട്രോങ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള എന്താണ്, ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഓക്സൈഡുകളാക്കി മാറ്റി വെച്ചിരിക്കുന്ന കോമ്പൗണ്ടിൽ റിഡ്യൂസ് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം എന്താ, കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നിട്ട് ഓക്സൈഡ് ആക്കി മാറ്റി ദെൻ എന്ത് ചെയ്തു, ആ ഓക്സൈഡുകൾ നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ഇത്രയും വരെ നമ്മൾ സ്റ്റെപ്പ് ഉറപ്പിച്ചില്ലേ, ഓക്കെ ആക്കിയില്ലേ. നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. റിഫൈനിങ് ഓഫ് മെറ്റൽസ് പറഞ്ഞില്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റൽ ഇപ്പൊ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഓക്സൈഡിൽ നിന്ന് റിഡ്യൂസ് ഒക്കെ ചെയ്ത് കിട്ടിയിരിക്കുന്ന മെറ്റൽസിന്റെ ഒരു കോമ്പൗണ്ടിൽ
അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഓറെ നമ്മളൊന്ന് റിഫൈൻ ചെയ്തെടുക്കുക, ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി മാറ്റി പ്യുവർ ആയിട്ടുള്ള എന്താക്കി മാറ്റണം, ഒരു മെറ്റലാക്കി മാറ്റുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ത് സ്റ്റെപ്പാണ്, എന്ത് റിഫൈനിങ് ഓഫ് ഓർ എന്ന് പറയുന്നത്. റിഫൈനിങ് ഓഫ് ഓർ ദിസ് പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദി ഇംപ്യൂരിറ്റീസ് ദാറ്റ് കണ്ടെയ്ൻ ആഫ്റ്റർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി ഇനി ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവയെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ്, അല്ലെങ്കിൽ അവയെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫൈനിങ് എന്ന് വിളിക്കുന്നത്. റിഫൈനിങ് തന്നെ 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തേത് നോക്കിക്കേ, ലിക്വേഷൻ ആണ്. എന്താ ലിക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്വേഷൻ ചെയ്യുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ 4 ടെക്നിക്ക് പഠിച്ചു. അതിൽ ഓറിന്റെയും അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ 4 രീതിയിൽ ഏത് പ്രൊസീജിയർ സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെയാണ് എന്ത് ലിക്വേഷൻ, റിഫൈനിങ് ഓഫ് ഓറിലും വരുന്ന ടെക്നിക്ക്. ലിക്വേഷൻ സെലക്ട് ചെയ്യേണ്ടത് മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്, നമ്മുടെ മെറ്റൽസിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണെങ്കിലാണ് നമ്മൾ ലിക്വേഷൻ ഉപയോഗിക്കുക. അതേപോലെ ഇംപ്യൂരിറ്റീസിന് എന്തായിരിക്കണം, വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം, മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓറില്ലേ, ഈ ഓർ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടിയിൽ നിന്ന് ഹീറ്റ് കൊടുക്കും. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ പ്ലേസ് ചെയ്തിട്ട് അടിയിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഓറിന് എന്താ, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ ലോ മെൽറ്റിംഗ് പോയിന്റ് ചെറിയൊരു ചൂട് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഓർ അത് മെൽറ്റ് ചെയ്ത് താഴത്തേക്ക് ഉരുകി വീഴാൻ തുടങ്ങും. നമുക്കത് കളക്ട് ചെയ്താൽ മതി. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള നമ്മുടെ ഇംപ്യൂരിറ്റീസ് എന്താ, കുറച്ചധികം സമയം എടുക്കും. ചൂട് കിട്ടി കുറച്ചധികം സമയം എടുത്താൽ മാത്രമേ ഇംപ്യൂരിറ്റീസ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കാണ് നമ്മുടെ എന്ത്, ലിക്വേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് മെറ്റൽസ് ഏതൊക്കെയായിരുന്നു, ടിന്നിന്റെയും ലെഡിന്റെയും കാര്യത്തിലാണ് നമ്മൾ ലിക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ലിക്വേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഫൈൻ ചെയ്തെടുക്കുന്ന 2 മെറ്റൽസ് ഏതാണ്, ടിൻ ആൻഡ് ലെഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷന്റെ കാര്യത്തിൽ എന്താ നമ്മൾ പറയുന്നത്, ബോയിലിംഗ് പോയിന്റാ. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞത്, മെൽറ്റിംഗ് പോയിന്റ്. ലിക്വേഷൻ അപ്പൊ ഡിസ്റ്റിലേഷന്റെ കാര്യത്തിൽ പറയുന്നതാണ് ബോയിലിംഗ് പോയിന്റ്. അതിനകത്ത് മെറ്റൽസിന് ലോ ബോയിലിംഗ് പോയിന്റും അതേപോലെ ഇംപ്യൂരിറ്റീസിന് എന്താ, ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്. മിസ്സിനോട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഹൈ ബോയിലിംഗ് പോയിന്റും ആയിരിക്കണം എന്ത് കാണിക്കേണ്ടത്, ഇംപ്യൂരിറ്റീസിന് കാണിക്കേണ്ടത്. അപ്പോ മെറ്റൽ എന്ത് ചെയ്യും, ഡിസ്റ്റിൽ ചെയ്യുമ്പോഴത്തേക്കും മെറ്റൽസ് ലോ ബോയിലിംഗ് പോയിന്റ് അല്ലേ. ഇപ്പൊ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസിൽ നമ്മൾ എന്താ, ഈ മെറ്റൽസിന്റെ അല്ലെങ്കിൽ ഓർ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ കിട്ടുമ്പോഴത്തേക്കും എന്ത് പറ്റും, നമ്മുടെ മെറ്റല് ഇവാപ്പറേറ്റ് ചെയ്യാൻ പോകും. ഇവാപ്പറേറ്റ് ചെയ്ത് നീരാവിയായിട്ട് മുകളിലേക്ക് പോയി നമുക്ക് അതിനെ എന്ത് ചെയ്യാം, കണ്ടൻസ് ചെയ്ത് കൂൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാം. കുറച്ചധികം ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ബാക്കി താഴെ കിടക്കുന്ന ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യൂ, ഇവാപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇംപ്യൂരിറ്റീസ് ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം ടെമ്പറേച്ചർ കൊടുക്കാം. ചെറിയൊരു ചൂട് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റൽസ് ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിൽ വന്ന് നിന്ന് അത് നമുക്ക് കണ്ടൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രോസസ്സാണ് എന്ത്, ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്ന മെറ്റൽസ് ഏതൊക്കെയാന്ന് നോക്കിക്കേ, സിങ്കും കാഡ്മിയം മെർക്കുറി. സിങ്ക് ആൻഡ് കാഡ്മിയം മെർക്കുറി, ഈ 3 മെറ്റൽസ് ആണ് നമ്മൾ എന്ത് വഴി നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത്, എന്ത്, ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. 3ാമത്തെ ടെക്നിക്ക് എന്താണ്, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. അതിനകത്ത് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമ്മൾ എന്താണ്, ഇംപ്യൂർ മെറ്റൽ നമ്മൾ ആനോഡായിട്ടും പ്യുവർ മെറ്റൽ എന്താണ്, കാഥോഡായിട്ടും. ഇംപ്യൂർ മെറ്റൽ ആനോഡും പ്യുവർ മെറ്റൽ കാഥോഡായിട്ട് ഇലക്ട്രോലിറ്റിക് സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മൾ എടുക്കുന്ന മെറ്റൽസിന് അനുസരിച്ചിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ മെറ്റൽസിന് സെപ്പറേറ്റ്, ഈ ഇംപ്യൂരിറ്റീസും നമ്മുടെ പ്യുവർ ആയിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് വരും. പ്യുവർ മെറ്റൽ ഇവിടെ സെപ്പറേറ്റഡ് ഫ്രം ആനോഡിൽ നിന്നിട്ടും അതെന്ത് ചെയ്യും, ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. ആനോഡിലുള്ള എന്താ, ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ എന്താണ്, പ്യുവർ ആയിട്ടുള്ള മെറ്റല് സെപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് ആനോഡിലുള്ള പ്യുവർ മെറ്റൽ അവിടെ നിന്ന് സെപ്പറേറ്റ് ആയി എവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, നമ്മുടെ കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഇതാണ്. അപ്പൊ ആദ്യം എന്തായിരുന്നു, ഡിസ്റ്റിലേഷൻ പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, ലിക്വേഷൻ പറഞ്ഞു, ഡിസ്റ്റിലേഷൻ പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതാണ് എന്ത്, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഈ 3 ടെക്നിക്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൺസെൻട്രേഷൻ കഴിഞ്ഞ് ഓക്സൈഡിൽ നിന്ന് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ടെക്നിക്കാണ് റിഫൈനിങ്. ഇപ്പൊ ഈ ടെക്നിക്ക് വഴിയാണ് നമ്മൾ ഈ 3 പ്രൊസീജിയർ പാസ് ചെയ്യിപ്പിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓറിനെ സെലക്ട് ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്ത് പ്യുവർ മെറ്റലാക്കി മാറ്റിയെടുക്കുന്നത്. ഓക്കെ അല്ലേ, ഇത്ര എളുപ്പമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്, എലമെന്റ്സിന്റെ മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ ടെക്നിക്ക്, അത് റിഫൈനിങ് ഓഫ് ഓർ വരെ എത്തിച്ചു അല്ലെ.
ഇനി നമുക്ക് കുറച്ച് എലമെന്റ്സിന്റെ എക്സ്ട്രാക്ഷൻ എങ്ങനെയാ നോക്കാം. ആദ്യത്തെ എലമെന്റ് ഏതാന്ന് നോക്കിക്കേ, എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ആണ്. എന്താണ് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അയണിന്റെ എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് എന്താ, അയൺ നമ്മൾ കിട്ടിയിരിക്കുന്ന ഓർ, അത് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ഇങ്ങനെ 2 ഓറുകളെ പറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഈ മാഗ്നറ്റൈറ്റ് അല്ലെങ്കിൽ ഹെമറ്റൈറ്റ് ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്ന ഓറിനെ നമ്മൾ എന്താ, ഒരു ബ്ലാസ്റ്റ് ഫർണസ്, ഈ അപ്പാരറ്റസിന് വിളിക്കുന്ന പേരെന്താണ്, ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ്. ഇതിന് ഹൈ ടെമ്പറേച്ചർ വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ എന്താ മിക്സർ ഓഫ് ഓറും അതിന്റെ കൂടെ ആരൊക്കെ, കാൽഷ്യം കാർബണേറ്റും അതല്ലെങ്കിൽ കോർക്കും, ഇത് മൂന്നും കൂടി എന്ത് ചെയ്യും, മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എങ്ങോട്ടേക്ക് ഇടുന്നത്, നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടുന്നത്. അതായത് ഓറ്, അതായത് അയണിന്റെ ഓറ്, മാഗ്നറ്റൈറ്റ് അല്ലെങ്കിൽ ഹെമറ്റൈറ്റ്, പിന്നെ നമ്മുടെ കാൽഷ്യം കാർബണേറ്റും കാർബണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് ഇടും, നമ്മുടെ ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ മൗത്തിൽ കൂടെ താഴത്തേക്ക് ഇടുന്നു. താഴെ എന്ത് കൊടുക്കുന്ന, ഹോട്ട് എയർ ആണ് നല്ലപോലെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ഓയർ പൗഡേർഡ് ആയിട്ടുള്ള ഓറിന്റെ ഈ മിക്സ്ചർ താഴത്തേക്ക് വരും തോറും ഇവിടെ നിന്ന് നോക്കിക്കേ, നമ്മുടെ ഹോട്ട് എയർ കൊടുത്തോണ്ടിരിക്കുക. ഹോട്ട് എയർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇത് താഴത്തേക്ക് വരുന്തോറും ഓരോരോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഓരോ കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ഓറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കെമിക്കൽ ചേഞ്ചസ് എന്താണെന്നാണ് മിസ് ഇവിടെ എഴുതിയേക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്, കാർബൺ ഉണ്ടല്ലേ. അത് കൂടാതെ ഇവിടെ എന്താ, ഓക്സിജന്റെ പ്രസൻസും ഉണ്ട്. ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാർബണും ഈ ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്താവും, ആദ്യം അത് കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുന്നു. അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അല്ലാതെ വേറൊരു എക്സ്ട്രാ ഹീറ്റും കൂടി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാർബണും താഴേന്ന് കൊടുക്കുന്ന ഹീറ്റും അത് കൂടാതെ അവിടെയുള്ള ഓക്സിജനും മിക്സ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിത്ത് ഹീറ്റ്, ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നു. നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന എന്താണ്, ഈ കാർബണും, അതായത് കാർബൺ നമ്മളിവിടെ കോക്കാണ് യൂസ് ചെയ്യുന്നത്. കാർബൺ ആയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്, കോക്ക്. അപ്പോ ഈ കാർബൺ ഡയോക്സൈഡും കോക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റും കൂടി കമ്പൈൻ ചെയ്ത് എന്താ, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. 2 മോളിക്യൂള് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. ഈ കാർബൺ മോണോക്സൈഡും നമ്മുടെ ഓർ ആരാണ് ഇവിടുത്തെ, Fe2O3. Fe2O3 മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞ ഓറിന്റെ കൂടെ ഈ ഉണ്ടായ കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് Fe പിന്നെ കാർബൺ മോണോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ്, Fe എന്ന് പറയുന്ന നമ്മുടെ പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ട്. അത് പ്യുവർ അല്ല, അതിനകത്തുനിന്ന് കുറച്ചും കൂടെ എന്തുണ്ട്, ഇമ്പ്യൂരിറ്റീസ് പോവാനുണ്ട്. Fe നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതിനകത്ത് കൂടെ നമ്മൾ എന്താണ്, ഇവിടെ ഗ്യാങ്, ഫ്ലെക്സ്, സ്ലാഗ് അല്ലെ, ഗ്യാങ്ങും ഫ്ലെക്സും സ്ലാഗും ഉണ്ട്. അപ്പൊ നമ്മുടെ ഗ്യാങ് അല്ലെങ്കിൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നമ്മുടെ എന്താ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് അസിഡിക് ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആളാണ് എന്ത്, ബേസിക് ആയിട്ടുള്ള ഫ്ലെക്സിന് വേണം എന്ത് കൊടുക്കാൻ, ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഗ്യാങ് എന്താണ്, അസിഡിക് ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫ്ലെക്സ് എന്തായിരിക്കണം, ബേസിക് ആവണം. അതേപോലെ ഗ്യാങ് എന്തായിരിക്കണം, തിരിച്ച് അസിഡിക് ആണെങ്കിൽ ഫ്ലെക്സ് ബേസിക്കും, ഗ്യാങ് ബേസിക് ആണെങ്കിൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് അസിഡിക്ക. അപ്പൊ ഈ ഗ്യാങ്ങും ഫ്ലെക്സും ചേർന്നിട്ട് ഉണ്ടാവുന്ന കോമ്പൗണ്ടിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ലാഗ് എന്ന് വിളിക്കുന്നത്. എന്താണ്, ഗ്യാങ്ങും ഫ്ലെക്സും ചേർന്നിട്ട് ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് എന്ത്, സ്ലാഗ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ ഗ്യാങ് നമ്മുടെ കയ്യിലുള്ള അതായത് Fe2O3 ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പോ അസിഡിക് ആണെങ്കിൽ എന്താ, നമ്മുടെ കയ്യിലുള്ള Fe2O3 ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് SiO2. SiO2 എന്താ, സിലിക്കൺ ഡയോക്സൈഡ്. ഇതെന്താ സാധനം, സാൻഡ് അല്ലെ, നമ്മുടെ മണല്. നമ്മുടെ മണല്, മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. അതിനകത്തുള്ള ഒരു ഇമ്പ്യൂരിറ്റി ആണ് എന്ത്, നമ്മുടെ സാൻഡ് എന്ന് പറയുന്നത്, SiO2. അത് അസിഡിക് നേച്ചറിലാണ് ഉള്ളത്. നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഫ്ലെക്സ് എന്തായിരിക്കണം, ബേസിക് ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫ്ലെക്സ് എന്ന് പറഞ്ഞ ബേസിക് ആണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ ഹോട്ട് എയർ ആണല്ലോ കൊടുക്കുന്നത്. ഈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്കും ഈ കാൽഷ്യം കാർബണേറ്റ് സ്പ്ലിറ്റ് ആയിട്ട് എന്താവും, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഉണ്ടാവുന്ന കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സാധനമാണ് ഇവിടുത്തെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഫ്ലെക്സ്. നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്ത കാൽഷ്യം കാർബണേറ്റ് ഇവിടെ റിയാക്ട് ചെയ്ത് എന്തായിട്ട് ഫോം ചെയ്തിരിപ്പുണ്ട്, ഇവിടെ കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് ഫോം ചെയ്തിരിപ്പുണ്ട്. ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഏത് നേച്ചറിലാ, ബേസിക് നേച്ചർ. ഒരു ആൽക്കലി രൂപത്തിലാണ് നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് പ്രസന്റ് ആവുന്നത്. അപ്പോ അത് നമ്മുടെ സാൻഡ്, സിലിക്കൺ ഡയോക്സൈഡ്, അസിഡിക് നേച്ചറിൽ ഇരിക്കുന്ന സിലിക്കൺ ഡയോക്സൈഡ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇന്ററാക്ട് ചെയ്യാൻ പോവാണ്, റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് എന്താ, ആസിഡിക് ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡ് ആയിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, കാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. കാൽഷ്യം സിലിക്കേറ്റ് അത് ആരാണ്, നമ്മുടെ സ്ലാഗ്. ആരാണ്, നമ്മുടെ സ്ലാഗ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന
നമ്മുടെ എക്സ്ട്രാക്ഷൻ ഓഫ് അയണിന്റെ മെത്തേഡിലുള്ള എന്താ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് പറയുന്നതാണ് നമ്മുടെ കുറച്ച് സ്റ്റെപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏത് അപ്പാരറ്റസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ കേട്ടോ. നോക്കിക്കേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതില് ഇവിടെ നമുക്ക് എഫ് കിട്ടി. ഈ എഫ് കിട്ടുന്നതില് എന്താണ് 4% കാർബൺ ഉണ്ടാവും. അങ്ങനെ 4% കാർബൺ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന എന്തെന്നാ എഫ് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന അയണിന്റെ മെറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിഗ് അയൺ എന്ന് വിളിക്കുന്നത്. എന്ത് അയണാണ്? പിഗ് അയൺ എന്ന് വിളിക്കുന്നത്. അത് 2% ആണ് നമ്മുടെ എന്ത് കാർബണിന്റെ കണ്ടന്റ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ കാസ്റ്റ് അയൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? കാസ്റ്റ് അയൺ എന്നാണ് വിളിക്കുന്നത്. 2% കണ്ടന്റ് ഉണ്ടെങ്കിൽ കാസ്റ്റ് അയൺ. അപ്പൊ പ്യുവർ ആയിട്ടുള്ള മെറ്റൽ, പ്യുവർ ആയിട്ടുള്ള അയൺ എന്ന് പറയുന്നതിൽ അതിൽ 0.0 to 0.04% വരെ മാത്രമേ കാർബണിന്റെ കണ്ടന്റ് പാടുള്ളൂ. അപ്പോൾ എന്താ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നതിൽ 0.0 to 0.04% ആണ് കാർബണിന്റെ കണ്ടന്റ് എങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? പ്യുവർ ആയിട്ടുള്ള അയൺ മെറ്റൽ ആണ് നമുക്ക് പറയാം. അപ്പൊ അയൺ എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് എളുപ്പത്തിൽ മനസ്സിലായില്ലേ? നമുക്ക് എന്തായാലും നെക്സ്റ്റ് നോക്കിയാലോ. അടുത്താണ് കോപ്പർ. കോപ്പറിന്റെ ഓർ Cuല് നമ്മൾ എന്താണ് Cu2S അതാണ് നമ്മൾ യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ കോപ്പർ പ്രൈറേറ്റ്, കോപ്പർ ബ്ലെൻഡ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഈ ഓറില് കോപ്പറിന്റെ ഓറിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്ത് ഇമ്പ്യൂരിറ്റിയാണ്? ബേസിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൽ നമ്മൾ എന്ത് ഫ്ലക്സാ യൂസ് ചെയ്യേണ്ടത്? അസിഡിക് ആയിട്ടുള്ള ഫ്ലക്സ് അല്ലേ? അപ്പോ SiO2 അതായത് അസിഡിക് ആയിട്ടുള്ള ആളാണ് എന്ത്? സിലിക്കൺ ഡയോക്സൈഡ്. ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ Cu2S എന്ന് പറയുന്ന എന്ത് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ Cu2S കമ്പാരിറ്റീവ്ലി കുറച്ചു നേരം കഴിയുമ്പോൾ പാർഷ്യലി എന്തായിട്ട് മാറും? Cu2O ആയിട്ട് മാറും. അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടല്ലോ, അതിന് Cu2O ആയിട്ട് മാറും. അവസാനം ഇവിടെ അവിടെ ഫോം ചെയ്ത Cu2S ഉം Cu2 ഉം കമ്പൈൻ ചെയ്ത് കംപ്ലീറ്റ്ലി അതെന്തായിട്ട് മാറും? പ്യുവർ ആയിട്ടുള്ള കാർബണിലേക്ക് മാറും. സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് എന്ത് ചെയ്യും? ഇവോൾവ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കോപ്പറിനെ കിട്ടും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബേസിക് അസിഡിക് ആയിട്ടുള്ള ഫ്ലക്സ് ആണ്. കാരണം ബേസിക് ആണ് നമ്മുടെ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ കോപ്പറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയ്സ് ആണ് എന്ത്? ബ്രാസും പിന്നെന്താണ്? ബ്രോൺസും. ബ്രാസും ബ്രോൺസും ആണ് കോപ്പറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് ആരാണ്? നമ്മുടെ അലൂമിനിയം. അലൂമിനിയത്തിന്റെ കോൺസെൻട്രേഷൻ, നമ്മൾ അലൂമിനിയത്തിന് എടുക്കുന്ന ഓർ ഏതായിരുന്നു? അലൂമിനിയത്തിന് എടുക്കുന്ന ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അതിന്റെ ഇക്വേഷൻ നോക്കിക്കേ. Al2O3 2H2O. ബോക്സൈറ്റ് ആണ് നമ്മുടെ അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ടേബിൾ പഠിച്ചില്ലേ? അപ്പൊ അലൂമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തായിട്ടാ മിക്സ് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മിക്സ് ചെയ്യുന്നു. ഈ അലൂമിനിയത്തിന്റെ ഓർ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ? സോഡിയം അലൂമിനേറ്റ് കിട്ടും. NaAlO2 കിട്ടുന്നു. അതിന്റെ കൂടെ എന്ത്? വാട്ടറും കൂടി ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ അതെന്ത് ചെയ്യുന്നേ? നെക്സ്റ്റ് സോഡിയം അലൂമിനേറ്റ് എന്താ? സോഡിയം അലൂമിനേറ്റ് ഇവിടെ ഉണ്ടായ വാട്ടറിനായിട്ട് പിന്നെ റിയാക്ട് ചെയ്ത് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യാണ്. എന്താണ് ആദ്യം ഉണ്ടായത്? എന്തായിരുന്നു? സോഡിയം അലൂമിനേറ്റ് ആയിരുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ സോഡിയം അലൂമിനേറ്റ് ഉണ്ടാവുന്നു. ഈ സോഡിയം അലൂമിനേറ്റും വാട്ടറും കൂടി ഉണ്ടായത് ആ വാട്ടർ ആയിട്ട് തന്നെ റിയാക്ട് ചെയ്ത് എന്താണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതിനെ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ ആയിട്ടുള്ള അലൂമിനിയം കിട്ടും. എന്താണ് അലൂമിനിയത്തിന് ഹീറ്റ് ചെയ്തതിനാൽ അലൂമിനിയം ഓക്സൈഡ് Al2O3 നമുക്ക് ഫോം ചെയ്യാണ് കേട്ടോ. അപ്പോ Al2O3 നമ്മൾ ഫോം ചെയ്യാണ്. ഓക്കെ, ഈ Al2O3 നമ്മൾ എന്താ ഇലക്ട്രോലൈസിസിലേക്ക് കൊടുക്കുക. ഇപ്പൊ ഇലക്ട്രോലൈസിസ് ആണ് നമ്മുടെ എന്ത് മെത്തേഡ്? റിഫൈനിങ് മെത്തേഡ് എന്ന് പറഞ്ഞത്. അലൂമിനിയത്തിന്റെ റിഫൈനിങ് മെത്തേഡ് ആണ് നമ്മുടെ എന്ത്? ഇലക്ട്രോലൈസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ആളാണ് മോൾട്ടൻ ക്രയോലൈറ്റ്. എന്താണ്? മോൾട്ടൻ ക്രയോലൈറ്റ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നോക്കിക്കേ. Na3Al(F6) ആണ് മോൾട്ടൻ ക്രയോലൈറ്റിന്റെ എന്ത് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രോലൈസിസിന് റിഫൈനിങ് മെത്തേഡിലേക്ക് അലൂമിനിയം നമ്മൾ കൊടുക്കുമ്പോൾ എന്താ എന്തൊക്കെയാ ഫോം ചെയ്യണേ? അലൂമിനിയം വന്ന് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതേപോലെ ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് എവിടെയാണ് ലിബറേറ്റ് ചെയ്യുന്നത്? ആനോഡിലാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഇത് ചോദിക്കും. എന്താ ഇലക്ട്രോലൈസിസ്? അലൂമിനിയത്തിൽ ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോൾ കാഥോഡിൽ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ആനോഡിൽ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ചോദിക്കും. കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അലൂമിനിയം, ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസും ആണ് കേട്ടോ. അപ്പോ അലൂമിനിയത്തിന്റെ റിഫൈനിങ് പ്രോസസ് ഏതാന്ന് ചോദിച്ചത് ഏതാണ്? ഇലക്ട്രോലൈസിസ് ആണ്. അതേപോലെ അലൂമിനിയത്തിന്റെ ഓർ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ബോക്സൈറ്റ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് ഒരു എലമെന്റിന്റെ കൂടി പഠിക്കാനുണ്ട്. നെക്സ്റ്റ് എലമെന്റ് ആണ് എന്ത്? സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് നമ്മൾ ഏതിനകത്താ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്?
ബ്ലാസ്റ്റ് ഫർണസ്, നമ്മൾ അയണിന്റെ കേസിൽ പറഞ്ഞ അപ്പാരറ്റീസ് ഇല്ലേ, ഹോട്ട് എയർ കൊടുക്കുന്ന, ആ ഹോട്ട് എയർ കൊടുക്കുന്ന ബ്ലാസ്റ്റ് ഫർണസിൽ തന്നെയാണ് നമ്മൾ സിങ്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സിങ്ക് ഓക്സൈഡ് നമ്മൾ ഓക്സൈഡ് ഒക്കെ ആക്കി മാറ്റില്ലേ, ആ ഓക്സൈഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് കാർബൺ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടുന്നു, പ്യുവർ ആയിട്ടുള്ള സിങ്ക് കിട്ടുന്നു. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് ഇവോൾവ് ചെയ്ത് പോകുന്നു. അപ്പൊ സിങ്ക് ഓക്സൈഡ് കാർബൺ ആയിട്ട് എവിടെയാണ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്, ബ്ലാസ്റ്റ് ഫർണസിൽ. അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ മെറ്റലും കിട്ടുന്നു, അതേപോലെ കാർബൺ മോണോക്സൈഡും കിട്ടുന്നു. സിങ്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയ് ഏതാണ്, ബ്രാസ് ആണ് സിങ്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയി. അതേപോലെ കോപ്പറിന്റെ ഒരു അലോയ് ആണ് ബ്രാസ് എന്ന് പറയുന്നതും ബ്രോൺസ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ അല്ലേ മക്കളെ? ഇനി ഈ മെറ്റൽസ് എല്ലാം ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതെന്ത് കൊറോഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ. എന്ത് കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റൽസിന്റെ പ്യൂർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തായിട്ട് നഷ്ടപ്പെട്ടു പോവാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താ കൊറോഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇരുമ്പ് തുരുമ്പാവുന്ന ഒരു അവസ്ഥ, ഇരുമ്പ് തുരുമ്പാവുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് കൊറോഷൻ എന്ന് വിളിക്കുന്നത്. ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവും കൊറോഷൻ സംഭവിക്കുക, എന്തൊക്കെ കാരണങ്ങളുണ്ട്? മോയ്സ്ചർ ഒക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, കൊറോഷൻ സംഭവിക്കുക അല്ലെ. മോയ്സ്ചർ കൂടുതൽ ഉണ്ടെങ്കിൽ, സലൈനിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, കൊറോഷൻ സംഭവിക്കുന്നത്. കൊറോഷന്റെ റേറ്റ് കൂടാനായിട്ട് ചാൻസസ് ഉള്ളതാണ് ഈ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ സലൈനിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ എഫക്ട് എന്തിന് കാരണമാകുന്നു, കൊറോഷനെ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഈ കൊറോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇപ്പോ അയണിന്റെ കമ്പി കൊറോഡ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യുന്നത്, ജനലിന്റെ കമ്പിക്കൊക്കെ പെയിന്റ് അടിക്കുന്നത് അല്ലെ. അപ്പൊ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ സലൈനിറ്റി ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, പെയിന്റ് അടിക്കുക, വാർണിഷ് അടിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ പുറത്ത് സിങ്ക് കോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗാൽവനൈസേഷൻ എന്ന് വിളിക്കുന്നത്. സിങ്കിന് എന്താണ് ഇത്ര റിയാക്ടിവിറ്റി അത്രയ്ക്ക് ഇല്ല, അത് ഇനേർട്ടായിട്ട് നിൽക്കും. അപ്പൊ സിങ്ക് ഒരു മെറ്റൽ കൊറോഡ് ചെയ്യുന്ന ഒരു മെറ്റലിന്റെ പുറത്ത് സിങ്ക് കോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറോഷൻ അതെന്ത് ചെയ്യാം, ഈ മെറ്റലിന്റെ കൊറോഷൻ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗാൽവനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കൊറോഷൻ നോക്കി. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നോക്കിയിരുന്നത്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് പറഞ്ഞു അല്ലെ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിന്റെ ടെക്നിക്കുകൾ പറഞ്ഞു. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ അതിനെന്ത് ചെയ്യണം, ഓക്സൈഡുകളാക്കി മാറ്റി അതിനെ റിഡക്ഷൻ ചെയ്ത് പിന്നെ റിഫൈൻ ചെയ്യണം അല്ലെ. ഓരോ മെറ്റൽസിനും സ്യൂട്ട് ആവുന്ന രീതിയിൽ അതിന്റെ നേച്ചറിനനുസരിച്ചിട്ട് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എങ്ങനെയാണ് അതെല്ലാം നോക്കിയിട്ട്, ഓർ എങ്ങനെയാണ്, ഇംപ്യൂരിറ്റീസ് എങ്ങനെയാണ്, ഡെൻസർ ആണോ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ആണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കോൺസെൻട്രേഷൻ ഓഫ് ഓറിന്റെ ടെക്നിക്ക് ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ബാക്കി റിഫൈനിങ് മെത്തേഡുകളും എക്സ്ട്രാക്ഷൻ ഓക്സൈഡ് ആക്കുന്ന ടെക്നിക്കുകളും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്സൈഡ് ആക്കുന്ന ടെക്നിക്ക് തന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ലേ, കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ, ഓക്സിജൻ ഇല്ലാതെ ചെയ്യുന്നതാണ് കാൽസിനേഷനും. അതേപോലെ റോസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ഓക്സിജൻ കൊടുക്കണം. അപ്പൊ ഓക്സിജൻ ഉള്ള മെത്തേഡാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. റിഫൈനിങ് ടെക്നിക്സും പഠിച്ചു, ലിക്വേഷനും പിന്നെ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങും ഡിസ്റ്റിലേഷനും അല്ലെ. ഇപ്പൊ പിന്നെ അതിനുശേഷം 4 എലമെന്റ്സിന്റെ 4 മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ പഠിച്ചു. എന്തൊക്കെയായിരുന്നു, അയണ്, അലുമിനിയം, സിങ്ക്, കോപ്പർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അവരുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അലോയ്കൾ ഏതൊക്കെയാന്ന് പഠിച്ചു, കൊറോഷൻ എന്താന്ന് പഠിച്ചു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിന്റെ എന്ത് പറയുന്നത്, സമ്മറൈസ് ചെയ്ത് പറയാനുള്ളത്. ഇത്രയും ഉള്ളൂ ആ ചാപ്റ്റർ എന്ന് പറയുന്നത്. അത്രയും വലിയ ചാപ്റ്റർ നമ്മൾ ചുരുക്കി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു, ചാപ്റ്ററിനെ ചുരുക്കി ചെറുതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോ മിസ് ഇവിടെ നിർത്താണ് ഈ ക്ലാസ്. മിസ് എന്ത് ഡൗട്ട് എന്ന് ചോദിക്കാം. അപ്പൊ ഈ അവോധയുടെ ബാക്കി ഈ സീരീസ് മൊത്തം നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ വരുന്ന എക്സാംസിനെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ മിസ് പോവാണ്. ഓക്കെ, ദെൻ ബൈ.